ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു പഫ് സ്ലീവിൽ ഒരു സിമ്പിൾ ഗൗണ് കാണാം കേട്ടോ. ഇതിൽ പ്രിൻറ്റഡും പ്ലെയിനും ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ചെയ്തിട്ടുള്ള ഗൗണ് അധികം പണിയൊന്നുമില്ല. ഇതിലിപ്പോൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും സ്ലീവിൽ മാത്രമാണ് ഒരു വെറൈറ്റി ഞാൻ വരുത്തിയിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നൈറ്റി യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ നൈറ്റി തന്നെ ഇങ്ങനെ രൂപത്തിലൊക്കെ നൈറ്റിയൊക്കെ ചെയ്താൽ ഒരു വെറൈറ്റി ആവും അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ പ്രിൻറ്റഡ് മെറ്റീരിയലിന് മീറ്ററിന് 150 രൂപയാണ് വരുന്നത്. ഇതൊരു കോട്ടൺ അല്ല, ഒരു മിക്സ് ക്ലോത്താണ്. നമ്മൾ റയോണൊക്കെ പോലെ നല്ല റയോണിൻ്റെ ആ ഒരു സ്ട്രക്ചറും അല്ല കേട്ടോ. ഇത് ഞാൻ 1.5 മീറ്ററാണ് അത് വാങ്ങിയത്, കുറച്ച് ബാക്കിയുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഒരു ബനിയൻ ടൈപ്പ് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എന്നാലും ഒരു ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാത്ത നല്ലൊരു പർദ ക്ലോത്ത് പോലത്തെ ഒരു ക്ലോത്താണ്. 250 അതിൻ്റെ വില, പ്ലെയിൻ ക്ലോത്തിൻ്റെ വില. നല്ല ഇതിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു മാച്ച് ആക്കിയിട്ടാണ് ഞാൻ ആ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇതിലേത് കളർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഈ കളർ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം മെഷർമെൻറ്റുകളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് മേലെ നിന്ന് താഴോട്ടേക്ക് 15 എടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് താഴെ വരെ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ബോഡി പാർട്ടിനെ കണക്കാക്കി എടുക്കുക. നെക്ക് വെടുത്ത് ഞാൻ 2.5 എടുത്തിട്ടുള്ളത്. ബാക്കിനൊക്കെ 2.5 എടുത്ത്, പക്ഷെ പിന്നെ അത് ഞാൻ കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ആം ഹോള് 6.5, ചെറിയ മോളതാണ് 6.5. പിന്നെ ചെസ്റ്റ് റൗണ്ട് വിത്ത് തയ്യൽ തുമ്പ് 11, 10 അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മെഷർമെൻ്റൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് നിവർത്തി വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ടിനൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് ലെങ്ത്താണ്. ബാക്ക് ഞാൻ പറഞ്ഞില്ലേ 2.5 അടയാളപ്പെടുത്തിയെങ്കിൽ പിന്നെ മോള് പറഞ്ഞു ബാക്ക് കയറിയിട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പം അത് അങ്ങനെ ചെയ്തില്ല. 1/2 ഇഞ്ച് മാത്രം കട്ട് ചെയ്തതാണ് കേട്ടോ. ഫ്രണ്ടിന് ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, കാരണം ബാക്ക് 1/2 ഇഞ്ചും പിന്നെ ഫ്രണ്ട് 4.5 അല്ലേ കൊടുത്തത്. അപ്പോൾ ചെറിയൊരു ഓപ്പൺ ഉണ്ടായാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിന് എ ലൈൻ രൂപത്തിൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അംബ്രലൈനൊന്നും കട്ട് ചെയ്തിട്ടില്ല. എ ലൈനിൽ തന്നെ താഴെ ഭാഗത്തിൻ്റെ വിടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ് 4 ഫോൾഡിൽ. അപ്പോൾ ഇത് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ബാക്കി ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, അതായത് മൊത്തം ലെങ്ത്തിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കിയുള്ള അളവ് വിത്ത് തയ്യൽ തുമ്പാണ് സ്കേർട്ട് പാർട്ടിന് എടുത്തിട്ടുള്ള ലെങ്ത്ത്. സൈഡ് ഭാഗം 1 ഇഞ്ച് കയറ്റി വെട്ടുക. ഇതൊന്നും കാര്യമായിട്ട് പറയേണ്ടതില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിൽ വെറൈറ്റി വരുന്നത് സ്ലീവാണ്. സ്ലീവ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈൻ മുതൽ താഴോട്ടേക്കുള്ള ലെങ്ത്താണ് എനിക്ക് നോർമൽ സ്ലീവിന് വേണ്ട ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഒരു മേലോട്ടേക്ക് കണ്ടില്ലേ വരച്ചത്, ആ ഒരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുകയാണ്. അതാണ് പഫിന് ഈ ഒരു പോയിന്റ് ഉണ്ടല്ല, ഈ ലൈൻ മുതൽ താഴോട്ടേക്കുള്ള പോയിന്റ്. നമ്മൾ നോർമലി ആം ഹോളിന് കൈക്കുഴിയുടെ അവിടേക്ക് 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ വെട്ടുന്നത് അതാണ് ആ ലൈനിൽ നിന്ന് താഴോട്ടേക്കുള്ള വരാട്ടോ. അപ്പം എക്സ്ട്രാ 3 ഇഞ്ച് നമുക്ക് നോർമൽ വേണ്ട സൈസിനാക്കാണ് 3 ഇഞ്ച് കൂടുതലാണ് സ്ലീവിന് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിടുത്തും അതേപോലെ തന്നെ. പിന്നെ സാധാരണ ഞാൻ 10 എടുക്കുന്നിടത്ത് ഇതിൽ 12, 13 എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ഫ്രില്ല് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ. ചിലർക്ക് അങ്ങനെ കൂടുതൽ വീതി വേണ്ടെങ്കിൽ നോർമൽ വീതിയിൽ ഈ മേലോട്ടേക്ക് 3 ഇഞ്ച് മേലോട്ടേക്ക് എടുത്തില്ലേ പഫുള്ള, അത് മാത്രം കൂട്ടിയിട്ടും എടുക്കാം. നിങ്ങളിത് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിക്കാം കേട്ടോ. ഈ താഴെ ഭാഗത്തുള്ളത് പടിയാണ്. പടിക്ക് വേണ്ടിയിട്ട് പിന്നെ അതായത് നമ്മൾ ബോർഡർ കൊടുക്കുമല്ലോ, അതാണ് കേട്ടോ. ഇനി ഈ ഒരു ചെറിയ പീസ് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തില്ലേ നെക്കിൻ്റെ താഴെ ഭാഗത്ത്, ആ ഓപ്പണ് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പീസ് നല്ല ഭാഗത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് 2 സൈഡും ഇതേപോലെ പിന്ന് കുത്തി കൊടുക്കുക. ആ ഓപ്പൺ ഉണ്ടല്ലോ, ആ ഓപ്പണിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ പിന്ന് കുത്തിയിട്ട് മറിച്ചിട്ടപ്പോൾ നമുക്ക് ഈ എൻഡിലേക്ക് കൂടി
തയ്ച്ചു കൊടുക്കാം. 4 ഇഞ്ച് കൊണ്ട് അതിലും കുറഞ്ഞ തയ്യൽ തുമ്പിലാണ് തയ്ക്കേണ്ടതുള്ളൂ. ഒരു വി ഷേപ്പിൽ നമ്മൾ തയ്ച്ചെടുക്കുക. ഈ അടുത്തേ കൂടിയിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ വി ഷേപ്പിലേക്ക് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഓപ്പൺ കൊടുക്കേണ്ടത്. എന്നാൽ പിന്നെ തെറ്റി പോവാതെ നമുക്ക് കിട്ടും. പിന്നെ കുത്തിവെക്കാനൊക്കെ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഈ സമയത്ത് തന്നെ നമ്മൾ സാധാരണ നെക്കിന് പീസ് കൊടുത്ത് മറിച്ചടിക്കുന്ന പോലെ അടിച്ചിട്ട് 2 ബാക്കും മുന്നും ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഫിനിഷ് ആക്കും പോലെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് ചെയ്തിട്ടുള്ളത് ആദ്യം ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്കിന് പീസ് കൊടുക്കുന്നത്. അപ്പം നെക്കിന് പീസ് കൊടുക്കുന്നത് ഞാനൊരു നേരെ ഉള്ളതാ ഇതേപോലെ 22 ഫോൾഡ് ചെയ്തിട്ട് 22, അപ്പോൾ 44 ഇഞ്ച് വീതിയിൽ നമ്മുടെ ക്ലോത്തിൻ്റെ കംപ്ലീറ്റ് വീതിയിൽ ഒരു 1.25 ഇഞ്ച് വീതിക്കുള്ള പിന്നെ ക്ലോത്ത്. അപ്പം നമ്മുടെ ഈ നാടയുടെ ലെങ്ത്ത് 44 ഇഞ്ച് ലെങ്ത്തും 1.25 ഇഞ്ച് വീതിയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്റർ കണ്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററും അത് രണ്ടാണ് ഞാൻ ചെറിയ കട്ടാക്കി കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക. യോജിപ്പിച്ച് വെക്കുമ്പോൾ വെച്ച പൊസിഷൻ കണ്ടില്ലേ, ചീത്ത വശത്ത് നെക്കിൻ്റെ ചീത്ത വശത്ത് ഈ പിന്നെ ക്ലോത്തിൻ്റെ നല്ല വശം ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടാണുള്ളത് 4 ഇഞ്ചിൽ. അങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി തയ്ച്ചിട്ട് ആണ്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലേക്ക് ഒരു പീസ് കയറും വന്ന് പിന്നെ അത് നമുക്ക് കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കയറിട്ടോ. ആ കയറും വന്ന് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷിങ് ആക്കാനുള്ള പീസുമായി. അപ്പം അതിങ്ങനെ ആദ്യം ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ആദ്യം ആ ഭാഗത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ച്ച് ഞാനിവിടെ ഇങ്ങനെ പിന്ന് കുത്തിയിട്ട് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്ന് കുത്തി വെച്ചതാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം ബിഗിനേഴ്സ് എല്ലാവരും. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി അതിങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണിത് ചെയ്യാന്ന് ആയിരിക്കും സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആ തുടക്കത്തിൽ നിന്ന് തയ്ച്ച് തുടങ്ങുമ്പോഴാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ഒറ്റയടിക്ക് നമുക്ക് തയ്ച്ച് മുഴുവനാക്കാൻ പറ്റുന്നത്. അതായത് നെക്കിൻ്റെ ആ ഭാഗത്ത് തീരെ വലിക്കരുത്, നെക്കിൻ്റെ പീസ് വലിക്കരുത്, ഈ പീസ് വലിക്കരുത്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കണ്ടില്ലേ, കറക്റ്റ് സ്ഥലത്ത് ഇപ്പുറത്ത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഈ പീസിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായി, നമ്മുടെ കെട്ടാനുള്ള കയറുമായി നെക്കിൻ്റെ പീസ് ഫിനിഷിങ് ആവും ചെയ്തു. അതേപോലെ ഇതേപോലെ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യാം. നെക്കിന് ഇങ്ങനെ പിന്നെ കയറൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി കയറ് നല്ലോണം വീതി കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ചെറിയ രൂപത്തിലാണ്, തീരെ അധികം വീതിയൊന്നുമില്ല. തയ്ച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 4 ഇഞ്ച് വീതിക്ക് മാത്രം വരുന്ന ഒരു പീസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് വരുന്ന രൂപത്തിൽ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ നൂല് പോലെ കോൺട്രാസ്റ്റ് കളറിലുള്ള പിന്നെ ചരട് ഇട്ടിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കെട്ടുന്ന രൂപത്തിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങൾ വരുത്തണം. ഒരു ഡ്രസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വെറൈറ്റീസ് എങ്ങനെ വരുത്താൻ പറ്റുകയെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഒരു ഫോട്ടോ കണ്ടിട്ടാകുമ്പോഴൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളങ്ങനെ കംപ്ലീറ്റ് കണ്ടിട്ട് അതിൽ നമ്മൾ ആലോചിച്ച് ഒരു ഐഡിയാസൊക്കെ നമ്മളിതേ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തി, നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി അങ്ങനെ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോന്നാൽ മതി. അപ്പം എന്തായി, ഫോൾഡിങ് ഭാഗങ്ങളൊക്കെ മുഴുവനായി. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റിലേക്ക്, ഈ കയറിൻ്റെ ലാസ്റ്റിലേക്ക് അറ്റം അങ്ങനെ വൃത്തികേടായി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിലും ചെയ്യേണ്ട രൂപം തന്നെയാണ് അപ്പോൾ കാണിക്കാൻ പോണത്. ഈ അവിടെ ഇല്ല, അവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. തുടക്കത്തിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് ഈ രൂപത്തിൽ ഫോൾഡ് ചെയ്യാൻ കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ 2 അറ്റങ്ങളും അതിൻ്റെ നൂല് പുറത്തേക്കില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ അറ്റത്ത് വേണമെങ്കിൽ നമ്മൾ ഒരു കുഞ്ചി കൊടുക്കലുണ്ടല്ലോ, നമ്മൾ കുഞ്ഞി പാവകളൊക്കെ ഡ്രസ്സിന് ഒരു ബെല്ല് പോലെ ഒരു ഷേപ്പിൽ അങ്ങനെ ക്ലോത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ഭംഗിയാണ്. വലിയ കുട്ടീൻ്റെതായതുകൊണ്ട് ഞാൻ അത് ചെയ്യാത്തത്. ഇനി നമ്മളെ സ്ലീവിൻ്റെ പണി എന്താന്ന് നോക്കാം. ഈ സ്ലീവിന് നമ്മളിപ്പോൾ എക്സ്ട്രാ എടുത്ത ഭാഗം ഉണ്ടല്ലോ, 3 ഇഞ്ച് മേലോട്ടേക്ക് നമ്മൾ എടുത്തില്ലേ പഫിന് വേണ്ടിയിട്ട്, ആ ഭാഗത്തിന് ഇത് ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ, ആ ലൈനിലേക്ക് കൂടി നമ്മൾ ലോങ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് ഈ താഴെ ഭാഗം ഇങ്ങനെയും ലോങ് സ്റ്റിച്ചിൽ തയ്ക്കാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കതിനെ വലിച്ചിട്ട് നൂല് വലിച്ചിട്ട് ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, പഫാക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ കറുപ്പ് നൂല് നല്ല കാണുന്നുണ്ട്. ഇതിലേ കൂടി നമ്മൾ നൂല് വലിച്ചിട്ട്
ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. ആ ചുരുക്കി കൊണ്ട് വന്നിട്ട് അതാ ഈ ഭാഗം മാത്രം കാണിച്ചതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ചുരുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിൽ ചുരുക്ക് ഉദ്ദേശിക്കുന്നില്ല. കണ്ട, ഇതേപോലെയാണ് നൂല് വലിച്ചിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ചിൽ വലിച്ചിട്ടാകുമ്പോൾ അതിൽ ഒരു നൂല് മേലെയും താഴെ നൂലുണ്ടാവുമല്ലോ, അതിലുള്ള ഒരു നൂലിന് നമ്മൾ ഒരു കൈ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്കിത് ചുരുക്കി എത്ര വേണമെങ്കിലും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ വേണ്ടത് നമ്മൾ അളവിനനുസരിച്ചിട്ട് റെഡിയാക്കണം. അളവ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ താഴെ ഭാഗത്തേക്കുള്ള ബാൻഡില്ലേ, ആ ബാൻഡാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ മേലെ ഭാഗവും താഴെ ഭാഗവും ഇങ്ങനെ ചുരുക്കിട്ട് വെച്ച്, അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ക്ലോത്ത് സ്ലീവ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. ഇത് താഴെ ഭാഗം, ഇത് മേലെ പഫ് വരുന്ന ആ ഭാഗം കണ്ടില്ലേ. ചുരുക്കി ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സൗകര്യമാണ്. അല്ലാതെ നല്ല എക്സ്പേർട്സിന് ഇങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് പിന്നെ ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചുരുക്കിടാനും നമുക്ക് കഴിയും. പക്ഷേ ബിഗിനേഴ്സിനെയല്ല നമ്മളെപ്പോഴും പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സൗകര്യത്തിന് എപ്പോഴും ഇതാണ് നല്ലത്. ഇത് പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. ഇനി അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുന്നൊരു മെത്തേഡ് കൂടിയാണ് ഇത്. ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ്, ഇതാ താഴേക്കുള്ള ബാൻഡിൻ്റെ പീസിന് ഞാൻ നമുക്ക് താഴെ ഓപ്പണിൻ്റെ എത്രയാണോ വീതി വേണ്ടത്, ഓപ്പണിൻ്റെ ലെങ്ത് ഉണ്ടാവുമല്ലോ, അത് എത്രയാണോ അതിനേക്കാളും ഇരട്ടിൻ്റെ കൂടെ പിന്നെ തയ്യൽ തുമ്പ്. അപ്പോൾ ഞാനിതിന് 3 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്. നീളം താഴെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തുള്ള നീളവും കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ ചീത്ത വശത്ത് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ആ ഫ്രില്ലുള്ള ഭാഗം ഉണ്ടല്ലോ, ഫ്രില്ലുള്ള ഭാഗത്ത് ഇതാ ഇങ്ങനെ റെഡിയാക്കി കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫ്രില്ല് വെച്ച് നമ്മൾ അതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് മേലെ കൂടി തന്നെ അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതി. 4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ, എന്നാലേ മറ്റേത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി വൃത്തിയിൽ നിൽക്കുകയുള്ളൂ. പറ്റ എൻഡിങ് ആയിക്കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇനി നമ്മളിതിനെ നിവർത്തി വെച്ച് കൊടുക്കുക. നിവർത്തി വെച്ചിട്ട് ബാക്കി പടീന്നും പട്ടാന്നൊക്കെ പല സ്ഥലത്തും പലതും ഇതിന് പറയാം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിൻ്റെ മേലെ ഭാഗത്തേക്കൂടി വേണം ഇതിനെ വരാൻ. കറുപ്പ് തുണിയും പിന്നെ നൂലും ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. നമ്മളാദ്യം ആ 2 പീസിന് അറ്റാച്ച് ചെയ്തെടുത്ത് ആ സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ വേണം ഇതിനെ മടക്കി തയ്ക്കാൻ. അപ്പോൾ തുണി സ്ട്രെയിറ്റ് പീസിന് ഒരു വളവും തിരിവൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് എൻഡ് വരെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ വാട്സപ്പ് ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വാട്സപ്പ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡിസംബറിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്, അതിലേക്ക് ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ. ഇതേപോലെ മറ്റേ സ്ലീവും ചെയ്യാം. 2 സ്ലീവിൻ്റെയും ഫിനിഷിങ് കഴിഞ്ഞാൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ഇതാക്കാം. ഇതിപ്പോൾ പിന്നെ ഹാഫ് സ്ലീവ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടാണ് മുകളിൽ യൂസ് ചെയ്യുക. ഇത് ഇനി 3/4 ആക്കിയിട്ട് ചെയ്യാം. ഫുൾ സ്ലീവ് ആക്കണമെങ്കിലും ഇതേപോലെ കഫ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താൽ മതി ക്ലോത്തിൽ കേട്ടോ. ഇതിനിപ്പോൾ ആകെ ഞാൻ പറഞ്ഞില്ലേ 15 ലെങ്ത്ത് വരുന്നത് 10-10.25 ഇഞ്ച് മാത്രമേ ലെങ്ത്ത് വരുള്ളൂ. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ പഫിനൊക്കെ എടുക്കുന്നത് നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും 3 ഇഞ്ച് അധികമാണ്, അത് വേറെ വിഷയം. ഇപ്പോൾ അത് ഫിനിഷിങ് കഴിഞ്ഞിട്ടാകുമ്പോൾ 2 സ്ലീവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര വീതി വിസ്താരമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, പക്ഷെ നിവർത്തി തയ്ച്ച് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും. ഇനി ഇവിടെ എന്തെങ്കിലും സ്ലീവിലേക്ക് അധികം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ ആം ഹോളിൽ അറ്റാച്ച് വെച്ച് നോക്കിയതിന് ശേഷം 1-2 ചുരുക്കം അവിടെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ആ പണി കഴിഞ്ഞു, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ക്യാമറയിൽ കളർ ചേഞ്ച് നല്ലോണം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് കണ്ടില്ലേ, ലൈൻ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സ്കേർട്ട് പാർട്ട് ആദ്യം ഫ്രണ്ടും ബാക്കും ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡുകൾ കൂട്ടി തയ്ച്ചു കൊടുക്കുക. ഇത് പിന്നെ നല്ലൊരു ക്ലോത്താണ് കേട്ടോ. സ്കേർട്ട് പാർട്ടിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ക്ലോത്താണ്. നല്ലൊരു വെയിറ്റുള്ള ടൈപ്പ് ഉണ്ടല്ലോ, ഒരു ബനിയൻ ക്ലോത്ത് പോലെ തോന്നും കണ്ടാലും, പക്ഷെ ബനിയൻ ക്ലോത്ത് അല്ല.
ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ട് ഇതിന് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. 2 ക്ലോത്തിന് ഞാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. ലൈനിങ് വെച്ചിട്ട് ചെയ്യേണ്ട ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു കയറ് കണ്ടില്ലേ, ആ കയറിങ്ങനെ കെട്ടിയിട്ട് ടൈ കെട്ടുന്നത് പോലെ, അതായത് നമ്മൾ പൂമ്പാറ്റ കെട്ട് എന്നാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറയാം, കെട്ടിനിട്ടോ, അങ്ങനത്തെ കെട്ട് കെട്ടിയിട്ടിടാം. അങ്ങനെ വെറുതെ തൂക്കിയിടുന്നതും കുട്ടികൾ സ്റ്റൈലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പഫ് സ്ലീവ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ഇട്ടിട്ട് ചെയ്യാം. ഇനി ഫുൾ സ്ലീവ് ഉപയോഗിക്കാത്തവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. സെയിം കളറ് ഷോളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വാട്സപ്പ് നമ്പറിലേക്ക് കൂടി ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി കിട്ടും. പെട്ടെന്ന് ഞാൻ കണ്ടോളന്നില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് കൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.